വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സിപിഐഎം വലിയ കോഴ കൊടുത്തുകൊണ്ട് ഒരു യുഡിഎഫ് സ്വതന്ത്രനെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചു എന്നൊരു ഇല്ലാക്കഥയും പെരുന്നുണയും പ്രചരിപ്പിച്ചുകൊണ്ട് യുഡിഎഫ് കടുത്ത അപവാദ പ്രചരണം സിപിഎമ്മിനെതിരെ നടത്തിവരികയാണ്. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യുഡിഎഫ് ആഭസ് സമരം സംഘടിപ്പിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനോ ഭരണസമിതിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ യുഡിഎഫിന്റെയും ബിജെപിയുടെയും മറ്റു വർഗീയ ശക്തികളുടെയും പിന്തുണ ഒരിക്കലും തേടുകയില്ലെന്ന് തത്വദീക്ഷയോടെ എക്കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സിപിഐഎം. എന്നാലും സിപിഎമ്മിനെതിരെ ഇത്തരം അപവാദ പ്രചരണങ്ങൾ യുഡിഎഫ് നടത്തുന്നത് അവരുടെ ജീർണിച്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്. സിപിഐഎം ഇത്തരം നുണപ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. ജനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സിപിഐഎം യുഡിഎഫിന്റെ അപവാദ പ്രചരണത്തിനെതിരെയും യുഡിഎഫിന്റെ ജീർണ രാഷ്ട്രീയത്തിനെതിരായും പ്രതിഷേധിച്ചുകൊണ്ട് 2026 ജനുവരി 5-ാം തീയതി വൈകിട്ട് വടക്കാഞ്ചേരി മുതൽ ഓട്ടുപാറ വരെ വമ്പിച്ച ബഹുജന പ്രകടനവും തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും ചേരുകയാണ്. പൊതുയോഗം സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പിള്ളി, ജില്ലാ കമ്മിറ്റി അംഗം UR പ്രദീപ്, പാർട്ടി വള്ളത്തോൾ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലേയൻ തുടങ്ങിയവർ സംസാരിക്കും. സിപിഐഎം പ്രവർത്തകരും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രകടനവും തുടർന്ന് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രകടനം വടക്കാഞ്ചേരി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് ആണ് ആരംഭിക്കുക. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സിപിഎം ഒരു വലിയ കോഴ യുഡിഎഫിൻ്റെ ഒരു സ്വതന്ത്രന് കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി അയാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് കടുത്ത ഒരു പെരും നുണ പ്രചാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുഡിഎഫ് ഇവിടെ നടത്തി വരികയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ഉപരോധ സമരം പോലും അവർ സംഘടിപ്പിക്കുകയുണ്ടായി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. സംസ്ഥാനത്തുടനീളം യുഡിഎഫും അതുപോലെ BJP ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇതാണ് എന്ന് നമുക്കറിയാം. ഇവിടെ UDF ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാ കഥകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തന്നെ വ്യക്തമായി അത് സംബന്ധിച്ച് സിപിഎമ്മിൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് എന്ന പോലെ വടക്കാഞ്ചേരി പ്രദേശത്ത് ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ UDF വളരെ ജീർണിച്ച ഒരു രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ ആരും വിശ്വസിച്ചു പോകാത്ത വെറും മുത്തന്നുണ ഇല്ലാ കഥ എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള കടുത്ത അപവാദ പ്രചാരണങ്ങളും നുണപ്രചാരണങ്ങളും സിപിഎമ്മിനെതിരെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടണം എന്നാണ് സിപിഎം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് വമ്പിച്ച ബഹുജന പ്രകടനവും അതുപോലെ നമ്മുടെ പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. പൊതുയോഗം പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് ഉദ്ഘാടനം ചെയ്യുക. പൊതുയോഗത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, അതുപോലെ തന്നെ ചേലക്കര MLA UR പ്രദീപ്, പാർട്ടി DC അംഗം, അങ്ങനെയുള്ള പ്രമുഖ നേതാക്കളൊക്കെ തന്നെ സംസാരിക്കുന്നതാണ്. ഈ പൊതുയോഗത്തിലേക്ക് ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. CPM പ്രവർത്തകരോടൊപ്പം അണിചേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിക്കൊണ്ടാണ് ഈ പത്രക്കാരെ ഈ യോഗം വിളിച്ചത്. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു.
ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.